നമസ്കാരം. ഇപ്പോഴേ ഭയങ്കര മഴയാണ്. മഴയത്തും എല്ലാ ദിവസവും മഴയത്തും ചൂടത്തും എല്ലാ കാലാവസ്ഥയിലും നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ മീൻ വാങ്ങിക്കുന്ന നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരാളുണ്ട്. മുമ്പ് കാണിച്ചിട്ടുണ്ട്, ലിൻഷാദ്. അപ്പോൾ ലിൻഷാദ് മീൻ കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കും. അല്ലെങ്കിൽ പിന്നെ മീൻ വാങ്ങിക്കാറില്ല. ഒരു വർഷമായിട്ട് അതാണ്. നമ്മൾ നല്ല മീനാണ് കൊണ്ടുവരുന്നത്, നല്ല മീൻ തന്നെയാണ് കൊണ്ടുവരുന്നത് ലിൻഷാദ്. ഇത് ലിൻഷാദിൻ്റെ പരസ്യമൊന്നുമില്ല, കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ലിൻഷാദ് നമ്മളെ പൈസ വാങ്ങിയിട്ട് തന്നെയാണ് തരുന്നത്, കുറച്ചൊന്നും തരുന്നില്ല. ലിൻഷാദിന് കിട്ടേണ്ട പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ മീനൊന്നുമില്ല. അപ്പോൾ ജീവനുള്ള കൊഞ്ച് ചെമ്മീൻ കൊഞ്ചാണ് കിട്ടിയത്. നമ്മൾ കൊഞ്ചെന്നേ അറിയുള്ളൂ. അപ്പോൾ കൊഞ്ചാണ് കിട്ടിയത്. അപ്പോൾ കൊഞ്ച് കിട്ടും. അതപ്പോൾ ഞാൻ കാണിച്ചില്ല. 1/2 കിലോ വാങ്ങിയുള്ളൂ. 1 കിലോ വാങ്ങിക്കാനുള്ള ഇതില്ല. 400 പരം രൂപയാണ്, 450 രൂപയാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇത്ര അടുത്ത് കൊണ്ടുവരണ്ട. ഇങ്ങോട്ട് വെച്ചോ. ഇതാണ് നമ്മുടെ ജീവനുള്ള കൊഞ്ചെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. നല്ല കൊഞ്ച് തന്നെ, നല്ല സൂപ്പർ കൊഞ്ച് തന്നെ. ഇതിന് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊരു വ്യത്യസ്തമായ സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ ഈ കൊഞ്ച് നുള്ളയാണ്. ഈ കൊഞ്ചിൻ്റെ ബാക്ക് സൈഡിലൊരു നൂല് പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു സാധനം ഇരിപ്പുണ്ട്. അതിന് നമ്മളിങ്ങനെ പിച്ചാത്തി വെച്ച് കീറി മുറിച്ച് എടുക്കും. അങ്ങനെ കീറി കൊടുക്കും. അങ്ങനെ കീറി അതിനകത്തിരിക്കുന്ന സംഭവത്തിനെ എടുത്ത് കളയുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അറിയുന്നവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നുള്ളി എടുക്കാം. നമ്മളെ ബില്ലി എന്നാണ് ഇപ്പോൾ പേരിട്ടേക്കുന്നത്, മാനസി മാറ്റിയേട്ടാ. അപ്പോൾ ഇവിടെ വിളിക്കുന്നുണ്ട്. മീനിൻ്റെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ കാണിച്ചു തരാം അവനെ. ഇതാണ് നമ്മുടെ ബില്ലി ഇങ്ങനെ വിളിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അവനെ അകത്ത് കയറ്റത്തില്ല, അവനെ പുറത്തേ നിർത്തോളൂ. ഹായ് ബില്ലി, ഹായ്. പുറത്ത് നിർത്തുന്നത് എൻ്റെ ഒരു വിഷമമുണ്ട്, പാവം. നീ അവിടെ നിന്നാൽ മതിയേ, അകത്ത് കയറണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്നതിനോടൊപ്പം നമ്മൾ ആദ്യം ഒരു നുള്ളു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണിൽ താഴെ, അത് മതി. അതിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴേ അത്രയും തേങ്ങ വേണ്ട, കുറച്ചുകൂടെ ചാളം വേണ്ടേ. മതി. ഇത് നമുക്കൊന്ന് ചോപ്പിക്കാം. അതിൽ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇടാമേ. കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഐറ്റംസ് ഇടാം. ഓക്കെ. നമ്മൾ തേങ്ങയുടെ പച്ചപ്പൊന്ന് വിടാനായിട്ട് ഇട്ടിട്ട് അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഒരു 2 ഉണ്ട വെളുത്തുള്ളി എടുത്ത് ഇടാം. നമുക്ക് പ്രോൺസ് ആയതുകൊണ്ട്, ചെമ്മീനായതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് അധികം ഇടണം, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിക്കാം. ഇനി മൂപ്പിച്ചിട്ട് കാണാവേ. ഓക്കെ. കുറച്ച് പുളി ഇടാം. നമ്മൾ വാളപ്പുളിയാണ്, കുറച്ച് മതി. നമ്മൾ തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. ഓക്കെ. ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നമ്മൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, തേങ്ങയും പുളിയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വറ്റൽമുളക് ചതച്ചതുമാണ് ഇടാൻ പോകുന്നത്. വറ്റൽമുളക് ചതച്ചത്, കറിക്ക് വേണ്ടത് വറ്റൽമുളക് ചതച്ചത്. നമ്മളിത് ഇനി അരച്ചെടുക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇടുന്നത്. ഇനി മല്ലിപ്പൊടിയും കൂടി ഇടും. 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട ശേഷം നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി പൊടി കൂടി ഇട്ട് കൊടുക്കാം, കളറിന് വേണ്ടിയിട്ട്. എരിവിന് നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടല്ലോ. നല്ലൊരു വറുത്തരച്ച് വെച്ച കറിയാണ് കേട്ടോ. അടുത്തത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച്, അപ്പോൾ നമ്മൾ വറുത്ത കൂട്ട് തണുക്കാൻ വെച്ച് അത് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്
1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് നമുക്ക് അതിലേക്കിട്ടിട്ട് പൊട്ടിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തു. അതിനെയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ പെരുംജീരകം ഇടാം. നമ്മൾ വറുത്തരച്ച് വയ്ക്കുന്നതുകൊണ്ടാണ് പെരുംജീരകം ഇടാഞ്ഞത് കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. ചെറിയ ഉള്ളി മാത്രമാണ്, ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി മാത്രം എടുത്ത് നന്നായി കഴുകി അരിഞ്ഞതാണ്. ടേസ്റ്റ് കൂടുതൽ സൂപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി മാത്രം ചേർക്കുന്നത് കേട്ടോ. വറുത്തരയ്ക്കുന്നത് ഉള്ളി വഴറ്റി ചേർക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ അസാധ്യ രുചിയിലെ മീൻ കറിയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ വറുത്തരച്ചുണ്ടാക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും കൈപ്പുണ്യം വെവ്വേറെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ കഴിക്കുന്ന ടേസ്റ്റേ ആയിരിക്കില്ല വേറൊരു വീട്ടിൽ എനിക്ക് കിട്ടുന്നത്. ഞാൻ ആ ടേസ്റ്റ് ഇല്ല എന്നൊരിക്കലും പറയില്ല. കാരണം അവർക്ക് നമ്മുടെ വീട്ടിലെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് വരില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റാം, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് നന്നായി വഴന്ന് വരണം കേട്ടോ. പച്ചപ്പൊക്കെ വിട്ട് പോണേ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പടവലം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ പച്ചമുളകാണ് ഇടുന്നത്. 2 വലിയ പച്ചമുളക് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും പടമുള്ള ഉടമല്ലി മുളക് ഇടരുത്. ഇതുപോലെ പച്ചമുളക് ഇടണം. എന്നിട്ട് 2 തക്കാളി എടുത്ത് മുറിച്ചതാണ്. 2 തക്കാളിയാണ് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരുന്നത്. അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വറുത്തരച്ച ഒരു കുഴഞ്ഞ കൂട്ടാനായിട്ടാണ് തക്കാളി ഇപ്പോൾ ഇടുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടാൽ മതിയാവും കേട്ടോ. നമ്മളെ കൊഞ്ചുമീനിങ്ങനെ എടുത്തുകൊണ്ട് വരാം. കൊഞ്ചുമീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ ഭയങ്കര ടേസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം. വെക്കേണ്ട രീതിയിൽ വെച്ചാൽ ഞാൻ കൊഞ്ച് റോസ്റ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെ വിചാരിച്ച് വേറൊരു കറിയും വെക്കണ്ട, വറുത്തരച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ കറി ഉണ്ടാവും. കൊഞ്ച് റോസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചത്. ഇത് എല്ലാ ദിവസവും നല്ലതല്ല കേട്ടോ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. കൊഞ്ചൊക്കെ വഴന്നത് ഇത് വെള്ളം ഊറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങുന്നുണ്ട് അടച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം അരപ്പിൽ വെള്ളം ചേർത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ വറുത്തരയെല്ലാം കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പച്ചക്ക് അറിയാമല്ലോ, വറുത്തരച്ച് വയ്ക്കുന്ന കറിയുടെ മണം അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ കറി ഇങ്ങനെ അവിടെ ഇരുന്ന് തിളയ്ക്കണം. നന്നായി തിളച്ച് കുറുക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലൊന്നും ചേർക്കേണ്ടതായിട്ട് ഇല്ല. ഇതിലിനി കടുക് വറുത്തൊഴിക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ല. അപ്പോൾ ഏറ്റവും സൂപ്പർ തിരണ്ടി മീനും ഒക്കെ ഇതേപോലെ വെച്ചാൽ സൂപ്പർ പൊളിയായിരിക്കും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തിരണ്ടി മീനൊന്നും ആർക്കും വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ വർഷങ്ങളായി വാങ്ങിക്കാറില്ല. വർഷങ്ങളായി വാങ്ങിക്കാത്ത മീൻ, കഴിക്കാത്ത കുറേ മീനുകളുണ്ട്. ഈ കൊഞ്ചുമീൻ തന്നെ കഴിക്കാത്തവരും ഉണ്ട് നമ്മുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ കറിയൊക്കെ തിളച്ച് വറ്റി വന്നപ്പോൾ ഞാൻ ചോറെടുത്ത് വെച്ചിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ചോറും ചോറും കൊഞ്ചുമീനും അവിയലും കട്ടിമാങ്ങ അച്ചാറും കൂടിയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇതേപോലെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്, ഒത്തിരി ഇഷ്ടവുമുണ്ട്. നിങ്ങളാണ് ബലം, നിങ്ങളാണ് ശക്തി. അപ്പോൾ കണ്ണിമാങ്ങയെന്ന് പറയുന്നത് നൈമിത്രൻ്റെ കണ്ണിമാങ്ങയാണ്. കുറച്ച് മാത്രം കണ്ണിമാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അതിപ്രാവശ്യം കുറച്ച് ആൾക്കാരെ ഓർഡർ തന്നവർക്ക് അത്ര കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു ഐറ്റമാണ് കണ്ണിമാങ്ങ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ രാജാവാണെന്ന് പറയാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം.